ഈ പെൺകുട്ടി ഒരു പണക്കാരനെ വിവാഹം കഴിക്കുന്നു. പക്ഷേ അവൾക്ക് അയാളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ലായിരുന്നു. യുവാവിനെ അവിടെ നിന്ന് മാറ്റാനായി പെൺകുട്ടി ഉടനടി തന്നെ അയാളോട് കുളിച്ചിട്ട് വരാനായി ആവശ്യപ്പെടുന്നു. പെൺകുട്ടി ആവട്ടെ അയാൾ വരുന്നതിന് മുമ്പായി കിടന്നുറങ്ങുന്നുമുണ്ട്. അവൾ ഉറങ്ങുന്ന കണ്ടിട്ട് യുവാവട്ടെ ഒരു ശബ്ദവും കേൾപ്പിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് കിടക്കുന്നു. അവളുടെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി രഹസ്യമായി തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുമുണ്ട്. ഉറക്കമുണർന്ന പെൺകുട്ടിയാവട്ടെ തന്റെ കൈവിരലിലെ മോതിരം കണ്ടിട്ട് മാത്രമാണ് അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം ഓർത്തെടുക്കുന്നത്. അവൾ ഉടനടി തന്നെ ധനികനായ ഭർത്താവിനെ അന്വേഷിച്ച് ഗാർഡനിലേക്ക് പോകുന്നുണ്ട്. അവനോട് ആഹാരം കഴിക്കാനായി വരാനും ആവശ്യപ്പെടുന്നു. ആഹാരം കഴിച്ചാൽ ഉടനെ തന്നെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവണമെന്ന് ആ യുവാവ് ആവശ്യപ്പെടുന്നു. വിവാഹം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ടാണ് യുവാവ് അവളെ വീട്ടിലേക്ക് പോകാൻ ക്ഷണിച്ചത്. ഈ രാത്രിയിലെങ്കിലും പെൺകുട്ടിയുമായി കുറച്ച് അടുത്തിടപഴകാൻ സാധിക്കുമെന്ന് അയാൾ കരുതുന്നു. എന്നിരുന്നാലും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവള് അവളുടെ അടുത്ത കൂട്ടുകാരിയുമായി യുവാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കൂട്ടുകാരിയെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നുണ്ട് ഇന്നൊരു രാത്രി കിടന്നോട്ടെ എന്ന്. യുവാവിന് തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും അയാള് അവളുടെ സന്തോഷത്തിന് വേണ്ടി അതിന് സമ്മതമറിയിക്കുന്നു. ഈ സന്ദർഭം കൊണ്ട് തന്നെ യുവാവിന് വല്ലാത്ത വിഷമവും നിരാശയും അനുഭവപ്പെടുന്നുണ്ട്. തുടർന്നുള്ള ദിവസവും പെൺകുട്ടി അയാളുമൊപ്പം ഒരു മുറിയിൽ ഉറങ്ങാൻ വിസമ്മതിച്ചു. പിന്നീട് അവളാവട്ടെ രഹസ്യമായി സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറ്റുന്നു. അങ്ങനെ പെൺകുട്ടിയുടെ സ്റ്റാറ്റസ് നോക്കാനായി യുവാവ് തന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാവട്ടെ അവളാവട്ടെ അയാളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഈ സമയത്ത് വീട്ടുജോലിക്കാരി പറയുകയുണ്ടായി കുറെ ദിവസങ്ങളായി പെൺകുട്ടി വീട്ടിലേക്ക് വരാറേയില്ല എന്ന്. ഇതും കൂടെ കേട്ടപ്പോൾ യുവാവിന്റെ സങ്കടം ഇരട്ടിച്ചതേയുള്ളൂ. അങ്ങനെ യുവാവട്ടെ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീട്ടിലേക്ക് വരാനേ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവളാവട്ടെ തനിക്ക് കമ്പനിയിൽ ഓവർ ടൈം വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട യുവാവിന് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട് അവൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്. കാരണം യുവാവിന്റെ അധീനതയിലുള്ള കമ്പനിയിൽ തന്നെയാണ് പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും യുവാവിന്റെ അധീനതയിലുള്ള കമ്പനിയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും അയാൾ അത് തുറന്ന് അവളോട് ചോദിക്കുന്നില്ല.